റെസിപ്രോക്കൽ താരിഫുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിലനിൽക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 1% ഇടിഞ്ഞ് 22,552 ക്ലോസിംഗ് നൽകി. 1996 ശേഷം നീണ്ട 28 വർഷത്തിനിടയിലുള്ള ഏറ്റവും വലിയ ലോസിംഗ് സ്ട്രീക്കിലൂടെയാണ് ഇന്ത്യൻ മാർക്കറ്റ് കടന്നു പോകുന്നത്. ഇത് ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഡേഞ്ചർ സോണിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ സൂചനയായിട്ടാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. 2024 ഒക്ടോബർ മാസത്തിന് ശേഷം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ 2 ലക്ഷം കോടിയുടെ ഷെയറുകളാണ് ഓഫ്ലോഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ ഇത് 5ാമത്തെ മാസത്തിലാണ് മാർക്കറ്റ് കറക്ഷൻ ഫേസിലൂടെ കടന്നു പോകുന്നത്. ഇതിനു മുൻപ് മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്ന ഹെവി കറക്ഷനുകൾ ഒന്ന് പരിചയപ്പെടാം. 1994 സെപ്റ്റംബർ മുതൽ 1995 ഏപ്രിൽ മാസം വരെ ഇന്ത്യൻ മാർക്കറ്റ് തുടർച്ചയായി 8 മാസം ഇടിയുകയും ഇൻഡെക്സ് 31% കറക്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 1996 ജൂലൈ മുതൽ നവംബർ മാസം വരെ ഇന്ത്യൻ മാർക്കറ്റ് 5 മാസം തുടർച്ചയായി കറക്റ്റ് ആവുകയും 26% ഇടിയുകയും ചെയ്തു. 1990 ഒക്ടോബർ മുതൽ 1991 ജനുവരി വരെ ഇന്ത്യൻ മാർക്കറ്റ് 4 മാസം തുടർച്ചയായി ഇടിയുകയും 28% കറക്റ്റ് ആവുകയും ചെയ്തു. പിന്നീട് 1998 മെയ് മുതൽ 1998 ആഗസ്റ്റ് വരെ ഇന്ത്യൻ മാർക്കറ്റ് 26% ഇടിയുകയും 4 മാസം തുടർച്ചയായി നെഗറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇവിടെ മാർക്കറ്റ് തുടർച്ചയായി മന്ത്ലി ബേസിസിൽ നെഗറ്റീവ് ക്ലോസിംഗ് നൽകുന്നുണ്ടെങ്കിലും ഇൻഡെക്സ് ഓൾ ടൈം ഹൈയിൽ നിന്നും 11% മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ എന്നുള്ളത് ഒരു പ്രധാന വസ്തുതയാണ്. കഴിഞ്ഞ മാസം ഇൻഡെക്സ് 3% കറക്റ്റ് ആവുകയും 22,500 22,400 എന്ന സപ്പോർട്ട് സോണിലേക്ക് എത്തുകയും ചെയ്തു. 22,850 എന്ന റെസിസ്റ്റൻസ് മറികടക്കുന്നിടത്തോളം സമയം മാർക്കറ്റിൽ സെലോൺ റൈസ് എന്ന ട്രെൻഡിനെ വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ്ങും ഒരു പ്രധാന ആശങ്കയായി മാറിയിട്ടുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സെൽ ഇന്ത്യ ബൈ ചൈന എന്ന സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2024 ഒക്ടോബർ മാസം മുതൽ ഇന്ത്യയുടെ എൻ്റയർ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ $1 ട്രില്യൺ ഇടിവ് അല്ലെങ്കിൽ കറക്ഷൻ വന്നു കഴിഞ്ഞു. ഈ സമയത്ത് ചൈനയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ $2 ട്രില്യൺ വർധനവ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ചൈനീസ് ഇൻഡെക്സ് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 18% പോസിറ്റീവ് റിട്ടേൺ നൽകിയപ്പോൾ ഇന്ത്യൻ ഇൻഡെക്സ് 1.5% ഇടിയുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോഴും ചൈനീസ് മാർക്കറ്റിൽ പല സ്റ്റോക്കുകളും റീസെൻറ്റ് വാല്യൂഷനിൽ ലഭിക്കുകയും അവർ ബൈ ചൈന എന്ന സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയും ചെയ്യുന്നു. ചൈന പ്രഖ്യാപിച്ച എക്കണോമിക് സ്റ്റിമുലസും ചൈനയുടെ പോളിസി സപ്പോർട്ടും റെഗുലേറ്ററി ഈസിങ്ങും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ ചൈനീസ് മാർക്കറ്റിലേക്ക് അടുപ്പിക്കുന്ന പ്രധാന ഘടകങ്ങൾ കൂടിയാണ്. ഇവിടെ ഇൻവെസ്റ്റേഴ്സ് മൈക്രോ ക്യാപ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് കോഷ്യസ് അപ്രോച്ച് വെച്ച് പുലർത്തണം എന്നാണ് SBI സെക്യൂരിറ്റി പോലുള്ള ബ്രോക്കേജ് ഏജൻസികൾ പറയുന്നത്. സന്ദീപ് സബർവാൾ എന്ന പ്രമുഖ ഏസ് ഇൻവെസ്റ്ററിൻ്റെ വാക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഔട്ട്ഫ്ലോ മാർക്കറ്റിൽ തുടരാൻ സാധ്യതയുണ്ട്. അതേസമയം മാർക്കറ്റ് അതിൻ്റെ ഫെയർ വാല്യൂഷനിലേക്ക് എത്തുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്കുകളെ അക്കുമുലേറ്റ് ചെയ്യാനുള്ള ഒരു മികച്ച അവസരമാണ് ലഭിക്കുക. ഇവിടെ റീസെൻ്റ് മാർക്കറ്റിൽ കറക്ഷൻ വന്നെങ്കിലും പല മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിലെ കമ്പനികളുടെ വാല്യൂഷനും 50-ന് മുകളിലാണ്. 40% മിഡ് ക്യാപ്പിൻ്റെയും 35% സ്മോൾ ക്യാപ്പിൻ്റെയും വാല്യൂഷൻ 50 മുകളിൽ തുടരുന്നത് മാർക്കറ്റിൻ്റെ വാല്യൂഷൻ സ്ട്രെച്ചിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഇൻഡെക്സിൻ്റെ പ്രധാന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ കൂടി മനസ്സിലാക്കാം. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം 22,600 ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടായിരുന്നു. ആ സപ്പോർട്ട് നഷ്ടപ്പെട്ട് ഇന്ന് 22,550 ക്ലോസിംഗ് നൽകിയിരിക്കുന്നത്. ഇനി 22,400 20 മന്ത് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചും 22,200 100 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചുമാണ്. ഈ 2 റേഞ്ചുകൾ മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. 22,700 22,800 തുടങ്ങിയ സോണാണ് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. അതോടൊപ്പം തന്നെ 22,400 താഴെ മാർക്കറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകുകയാണെങ്കിൽ മാർക്കറ്റിൽ കൂടുതൽ വീക്ക്നെസ് വരാനുള്ള സാധ്യതയും ഉയരുന്നുണ്ട്. ബാങ്കിങ്, ഫിനാൻസ് സർവീസ്, മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകൾ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രഷറിലായി. അമേരിക്കയിൽ നിന്നുള്ള സമ്മർദ്ദത്തിൻ്റെ പശ്ചാത്തലത്തിലും കഴിഞ്ഞ ദിവസം നാസ്ഡാക്ക് ഇടിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലും IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ ശക്തമായ സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇന്ന് ഇന്ത്യ വിക്സ് 0.6% കറക്റ്റായി 14.44 എത്തിയത്
മാർക്കറ്റിൽ ബയേഴ്സിനെ കംഫർട്ട് സോണിൽ എത്തിക്കുന്ന ഒരു അപ്ഡേറ്റാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്